ഒരു എ റേറ്റഡ് ബോളിവുഡ് സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാധിക ആപ്തയുടെ പടമാണ് സിസ്റ്റർ മിഡ് നൈറ്റ്. സോ ഇതിൽ എ റേറ്റഡ് പറയുമ്പോൾ വയലൻസ് കാരണമല്ല, ന്യൂഡിറ്റി കാരണമാണ് എ റേറ്റഡ് ആയിരിക്കുന്നത്. ഇത് ഭയങ്കര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പോയിട്ടുള്ള സിനിമയാണ്, ഇന്റർനാഷണൽ ലെവൽ പടമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും വല്ല മനസ്സിലായെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരാം. കാരണം ബേസിക്കലി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനി ഇത് മനസ്സിലാക്കാൻ ആദ്യം ട്യൂഷന് പോകേണ്ടി വരുമോ എന്നാണ് സംശയം. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ഭയങ്കര ബ്രില്യന്റും സ്മാർട്ടും ആണ്, അങ്ങേര് പറയണ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, ഞാൻ ബേസിക്കലി ഒരു ഇഡിയറ്റ് ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർക്ക് വലിയ പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല, അങ്ങേർക്ക് അത് പിടുത്തമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അറേഞ്ച്ഡ് മാരേജും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. യൂഷ്വലി രാധിക ആപ്തയുടെ പടങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒന്നെങ്കിൽ നമ്മൾ ഇതിന്റെ ഡയറക്ടറിന്റെ ലെവലിലോട്ട് പോകണം, അല്ലെങ്കിൽ ഡയറക്ടർ ഇറങ്ങി സാധാരണക്കാരന്റെ ലെവലിലോട്ട് വരണം. പ്രാക്ടിക്കലി രണ്ടും പോസിബിൾ അല്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രശ്നവും. എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് പറയാൻ എല്ലാവർക്കും പറ്റും. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പടം എടുക്കണം, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മുടെ ദിവ്യപ്രഭയും കനിക്കൂസത്തൊക്കെ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൽ കാണിക്കുന്ന ഒരു സീൻ ഇല്ലേ, അതേപോലെ ഇതിലൊരു സീൻ ഉണ്ട്. ആവശ്യമുള്ള സീനാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ. ഇപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്ന ന്യൂഡിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സീരീസ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഫൈൻ എന്ന് പറയാം. പക്ഷെ ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റിൽ എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ബോംബെയില് നമ്മുടെ രാധിക ആപ്തെ കല്യാണം കഴിഞ്ഞ് വരിക കെട്ടിയ ആളാണെന്ന് വെച്ചാൽ അത് അതിലേറെ വലിയൊരു കോന്തൻ. ഇവര് പരസ്പരം എന്ന ഡ്രസ്സ് മാറുമ്പോൾ ഒരാൾ പുറത്തു പോയി നിൽക്കും. അങ്ങനെയൊക്കെയാണ് അവർ താമസിക്കേണ്ടായിരുന്നത്. അതായത് കട്ടിലിന്റെ രണ്ടറ്റത്ത് കിടക്കും. എന്താണ് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. നമ്മൾ പറയില്ല അറേഞ്ച്ഡ് മാരേജസ് ഹോണ്ടിങ് എന്നൊക്കെ പറയില്ല, ആ സാധനം തന്നെയാണ് അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ഓൾമോസ്റ്റ് ഒരു സിമിലർ, ഞാൻ സെയിം എന്ന് പറയുന്നില്ല, സിമിലർ പ്ലോട്ട് തന്നെയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ കുറെ പേര് വന്നിട്ട് പറയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഉപയോഗിച്ച സാരിയല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ വ്യത്യാസമുണ്ട് എന്നൊക്കെ. അത് കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറെ എണ്ണമുണ്ട്, ഒരു പണിയും തരവില്ലാത്ത. സോ അതല്ല ഞാൻ പറഞ്ഞത്, സിമിലർ പ്ലോട്ട് ആണ്, പക്ഷെ മനസ്സിലാവുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അങ്ങനെയല്ല. പിന്നെ ഇതിൽ കുറച്ച് ഈ പൂച്ചേനെയും ആടിനെയും പക്ഷിയുടെ ഒക്കെ CGI വർക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അയ്യേ ഇതാണ് ഇന്റർനാഷണൽ പടം നമുക്ക് തോന്നിപ്പോവും. സോ വേണ്ടവർ കണ്ടു നോക്കുക, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഒരു വിയേർഡ് പടം വിത്ത് മോർ അല്ലെങ്കിൽ മോർ വിയേർഡ് എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. യൂഷ്വലി രാധിക ആപ്തയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അവസാന അരമണിക്കൂറൊക്കെ ആകുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കൊച്ചു ബോധം കെട്ട് വീണ് കാണാ, ഒരു മോപ്പ് എടുത്തിട്ട് രാത്രി ഇറങ്ങി നടക്കുന്നത് കാണാ. ഇനിയിപ്പോ ഡയറക്ടർ ബ്രില്യൻസ് ആണോ ആ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക. സോ കണ്ട് മനസ്സിലായവർ എന്താണ് കാര്യം എന്ന് പറഞ്ഞു തരാം. സോ ട്രൈ.